രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രശസ്തർക്ക് ജന്മം നൽകിയ നാട്. തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടാക്കട മണ്ഡലം മലയോര വ്യവസായ കേന്ദ്രം കൂടിയാണ്. എല്ലാ മേഖലയും ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് മണ്ഡലത്തിലെ കിഫ്ബി വഴിയുള്ള പ്രവർത്തനങ്ങൾ. വളരുന്ന കാട്ടാക്കടയുടെ ദൃശ്യങ്ങളിലേക്ക്
സതീശൻ MLA നേതൃത്വത്തിൽ കാട്ടാക്കട മണ്ഡലം പുതിയ വികസന ചരിത്രം രചിക്കുകയാണ്. നഗരവും ഗ്രാമവും ഇഴചേർന്ന് നിൽക്കുന്ന വികസന ദൃശ്യങ്ങൾ. കിഫ്ബി വഴി പുതിയ ഉയരങ്ങൾ സ്വപ്നം കാണുകയാണ് കാട്ടാക്കട മണ്ഡലം. കേരളത്തിന്റെ തെക്കേറ്റത്തെ നിയോജക മണ്ഡലം. കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശം. ആദിവാസി ഊരുകളിൽ ഉൾപ്പെട്ട പാറശാലയിലെ മലയോര മേഖലയിൽ കിഫ്ബി വഴി വന്നെത്തിയത് വികസനത്തിന്റെ പുതുചരിത്രമാണ്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ജനങ്ങളുടെ ആഗ്രഹവും അഭിലാഷവും നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി വികസന രംഗത്ത് ഒരു പുതിയ ചുവടുവയ്പ്പാണ് കിഫ്ബി വഴി ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുക, നൂതനമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക, അതിന് പണം കണ്ടെത്തുക, അതുവഴി വലിയ മാറ്റമാണ് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ രംഗത്ത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വന്നിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും തെക്കറ്റത്തുള്ള തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് പാറശാല. പല നിലയിലും പിന്നോക്കാവസ്ഥ നേരിട്ട് പോന്നിരുന്ന ഒരു മണ്ഡലമെന്ന നിലയിൽ ആ രംഗത്ത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമർപ്പിച്ച വിവിധ പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകുകയുണ്ടായി. അതിൽ പ്രധാനമായും കിഫ്ബി പ്രോജക്റ്റുകൾ വഴിയാണ് പല വികസന പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത്. 6 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ധനിവശപുരം ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 67 കോടിയുടെ മാസ്റ്റർ പ്ലാനിന് കിഫ്ബി അംഗീകാരം ലഭിച്ചു. 11.2 കോടിയുടെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൽ അത്യാധുനിക സൗകര്യമുള്ള ക്ലാസ് മുറികൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയാണ് സജ്ജമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ഗ്രേഡ് IT ആണ് ധനുവച്ചപുരം ഗവൺമെൻറ് IT. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കിഫ്ബി ഡാമിൽ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതിനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള കൺസ്ട്രക്ഷൻസാണ്. ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 11.2 crore വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്മാർട്ട് ക്ലാസ്സുകൾ, സെമിനാർ റൂം, അതുപോലെ തന്നെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്, പ്ലേസ്മെൻറ്റ് സെല്ല്, ഇങ്ങനെ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പം ആരംഭിച്ചു വരികയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുടെ ശക്തമായ ശ്രമം ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു MLAയുടെ സേവനം വളരെയധികം ഈ സ്ഥാപനത്തിന് ഗുണകരമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഒരു അക്സസിബിലിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഗുണകരമായ ഒരു പ്രോജക്റ്റാണ് കിഫ്ബി നടത്തുന്ന ഈ ഇൻ്റർനാഷണൽ ITയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബിൽഡിംഗ്. നെയ്യാർ ഡാം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിഭാഗങ്ങൾ ഹൈസ്കൂൾ കെട്ടിടത്തിലെ പരിമിത സൗകര്യങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം സാധ്യമായിരിക്കുകയാണ്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന സ്കൂളുകൾ ഉയർന്ന നിലവാരത്തിലേക്ക് മാറുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിപ്പാണ് ഉണ്ടാകുന്നത്. നെയ്യാർ ഡാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഭൗതിക സാഹചര്യങ്ങളിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. സ്കൂള് ഒരു മോഡൽ സ്കൂളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹയർ സെക്കൻഡറി ബ്ലോക്കിലേക്ക് ലാബിന് ആവശ്യമായ സൗകര്യങ്ങളോട് കൂടിയ ലാബുകൾ സജ്ജമായി കഴിഞ്ഞു. സ്കൂൾ കോമ്പൗണ്ടിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലാബുകളെല്ലാം ഹയർ സെക്കൻഡറി സെക്ഷനിലേക്ക് കൊണ്ടുവരാനും വിപുലമായ സൗകര്യങ്ങളും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക്കാണ്. ഇപ്പോൾ സ്കൂളിന് ആവശ്യമുള്ള ഒരു മോഡൽ സ്കൂൾ ആകാനുള്ള എല്ലാ സൗകര്യങ്ങളും
ഈ വർക്കിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഈ സ്കൂളിലേക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പുതിയ മന്ദിരങ്ങൾ വന്നതോടുകൂടി തികച്ചും ഒരു മാതൃകാ സ്കൂളായി മാറാൻ കഴിയും. എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനമാണ്. വളരെ നല്ല രീതിയിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള യജ്ഞവുമായി പുറപ്പെട്ട സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡുകൾ പലതും ആധുനിക നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അമരവിള ഒറ്റശേഖരമംഗലം റോഡ് നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞു. ആധുനികമായിട്ടുള്ള നിർമ്മാണ രീതികളാണ് അക്കാര്യത്തിൽ അവലംബിച്ചിട്ടുള്ളത്. 27 കോടി രൂപയാണ് കിഫ്ബി വഴി ഇതിനുവേണ്ടി അനുവദിച്ചു നൽകിയത്. മണ്ഡലവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാറശാല, കന്നുമാമൂട്, കാരക്കോണം, പനച്ചമൂട്, കുടപ്പനമൂട്, അതുവഴി വാഴിച്ചൽ, കള്ളിക്കാട്, പരുത്തിപ്പള്ളി വരെ നീണ്ടുപോകുന്ന മലയോര ഹൈവേയുടെ 3 റീച്ചുകളിലെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ നടന്നു വരികയാണ്. 103 കോടി രൂപയാണ് അതിനുവേണ്ടി കിഫ്ബി 3 ഫേസുകളിലായി നമുക്ക് അനുവദിച്ചു തന്നത്. 3 റീച്ചുകളുടെയും നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേ വരുന്നതോടെ തെക്കൻ മേഖലയിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഒഴിവാകും. 27.45 കിലോമീറ്ററാണ് നിർദ്ദിഷ്ട മലയോര ഹൈവേ. പാറശാല മുതൽ കുടപ്പനമൂട് വരെയും വാഴിച്ചൽ മുതൽ കള്ളിക്കാട് വരെയും കള്ളിക്കാട് മുതൽ പരുത്തിപ്പള്ളി വരെയുമാണ് 3 ഘട്ടമായുള്ള നിർമ്മാണം പുരോഗമിക്കുന്നത്. 103 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ പനച്ചമൂട് ചന്ത രാജഭരണകാലത്താണ് ആരംഭിച്ചത്. പുലർച്ചെ തന്നെ തിരക്കേറുന്ന പനച്ചമൂട് ചന്തയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. ചന്തയുടെ നവീകരണത്തിന്റെ 1ാം ഘട്ടമായി 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ പ്രധാന ഹൈടെക് ചന്തകളിൽ പനച്ചമൂടും ഇടം പിടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രവും വിപണന കേന്ദ്രവുമാണ് പനച്ചമൂട്. രാജാവിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. മലയോര മേഖലയായിരുന്നു ഇവിടെ. ആ ചന്തയിൽ വേണ്ടത്ര മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ഒരു മോഡേണായിട്ടുള്ള ചന്ത നിർമ്മിക്കണമെന്നൊരു പൊതു അഭിപ്രായം രൂപപ്പെടുകയും കിഫ്ബിയുടെ മുമ്പിൽ 20 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് ഫസ്റ്റ് ഫേസ് നിർമ്മാണത്തിന് വേണ്ടി 5 കോടി രൂപ നമുക്ക് അനുവദിക്കുകയുണ്ടായി. നിർമ്മാണം ആരംഭിച്ചു. നെയ്യാർ ഡാമിലെ അന്താരാഷ്ട്ര മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി 20 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. 1ാം ഘട്ട പ്രവർത്തനമായി റൂഫിംഗ്, എയറേഷൻ, വെള്ള ശുചീകരണ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കി നൽകി. ഓവർഹെഡ് വാട്ടർ ടാങ്കിന്റെ നിർമ്മാണവും പൂർത്തിയായി. നവീകരണം പൂർത്തിയാകുന്നതോടെ 4 ഇരട്ടി വരെ ഉൽപാദനം ഉയർത്താൻ സാധിക്കും. ഇതോടെ തദ്ദേശീയ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും ഒരു എക്സ്പോർട്ടിംഗ് ഹബ്ബായി തിരുവനന്തപുരം മാറും.
കരിപ്പയാറിന് കുറുകെയുള്ള തൊടുമല നിവാസികളുടെ സാഹസികമായ യാത്രയ്ക്ക് കൂമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകും. തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ 1000-ലധികം കുടുംബങ്ങൾക്ക് അമ്പൂരിയിലേക്ക് എത്താൻ പാലം സഹായകമാകും. 253.4 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ചെലവ് 17 കോടി രൂപയാണ്. പാറശാല താലൂക്ക് ആശുപത്രി നവീകരണത്തിന് 156 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നത്. ഒന്നാം ഘട്ടത്തിനായി 36 കോടി രൂപയും ലഭിച്ചു. പഴയ കെട്ടിടങ്ങൾ മാറ്റി 5 നിലകളിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് ഒരുങ്ങുന്നത്. പാറശാല താലൂക്ക് ആസ്ഥാന ആശുപത്രി ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. MLA ഫണ്ട്, കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ 7 പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്കും ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. 153 കോടി രൂപയുടെ കിഫ്ബിക്ക് സമർപ്പിച്ച മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ സിവിൽ വർക്കിന് വേണ്ടി ഫസ്റ്റ് ഫേസ്, ആദ്യ ഫേസ് എന്ന നിലയിൽ 33 കോടി, 9 കോടി രൂപ എക്യുപ്മെൻറ്റ്സ്, അതിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനും ആയി ഫണ്ട് അനുവദിച്ചു. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. കുരിശുമല തീർത്ഥാടന കേന്ദ്രം, നെയ്യാർ ഡാം എന്നിവ മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇവയുടെ നവീകരണവും പൂർത്തിയായി വരികയാണ്. 28 കോടിയുടെ നെയ്യാർ ഡാം മാസ്റ്റർ പ്ലാൻ കിഫ്ബിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. മലയോര മേഖല എന്ന നിലയിൽ ടൂറിസത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. 9 കോടി രൂപയാണ് അതുവഴി നമുക്ക് ലഭിച്ചത്. അതിൽ 4 കോടി രൂപയുടെ പണി പൂർത്തിയാക്കി. ഇനി 4 കോടി രൂപയുടെ നിർമ്മാണം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പിൽഗ്രീം ടൂറിസം ഉള്ളൊരു സ്ഥലമാണ് കുരിശുമല. വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കുരിശുമലയിലേക്ക് കയറാനുള്ള 7ാം കുരിശുവരെ കരിങ്കല്ല് പാകി കപ്തേരി അടക്കം നിർമ്മിച്ച് ഏറ്റവും വലിയ ഒരു കുരിശും നിർമ്മിച്ച് ആ പിൽഗ്രീം ടൂറിസത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി, വരുന്ന യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. പാലങ്ങൾ മുതൽ സ്കൂളുകൾ വരെ, വിപണി മുതൽ ടൂറിസം വരെ, നഗരത്തിനും ഗ്രാമത്തിനും ഒരുപോലെ ഊന്നൽ നൽകിയ വികസന കാഴ്ചകൾ. CK ഹരീന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് സമഗ്രമായ മാറ്റങ്ങളാണ്. പാറശാലയുടെ എക്കാലത്തെയും ആവശ്യങ്ങളാണ് കിഫ്ബി വഴി യാഥാർത്ഥ്യമാകുന്നത്.